ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 82 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോഴേ റിവീൽ ചെയ്യുകയാണ്. പോർഷൻസ് ഒരിക്കൽ കൂടെ പറയുന്നു. രണ്ട് രാജാക്കന്മാർ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 14 അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ആണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീ നാമവും ബൈബിളിലുള്ള ഒരു ആയുധവും ചേർന്ന ഒറ്റപ്പദം പാഠഭാഗത്ത് 2 പ്രാവശ്യമുണ്ട്. ഏതാണത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ജയാസ്ത്രം. 2 രാജാക്കന്മാർ 13:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പേര് ജയ, ആയുധം അസ്ത്രം. രണ്ടാമത്തെ ചോദ്യം: വനത്തിലെ മൃഗം നശിപ്പിച്ച സസ്യം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മുൾപടർപ്പ്. 2 രാജാക്കന്മാർ 14:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പാഠഭാഗത്തിലെ ഒരു സ്ഥലപ്പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ചേരുമ്പോൾ ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരാണ്. സ്ഥലം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം സില്ലായി. 2 രാജാക്കന്മാർ 12:20 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീ സില്ല, ലാമേക്കിന്റെ ഭാര്യ. നാലാമത്തെ ചോദ്യം: യോഹന്നാൻ 14 അധ്യായത്തിൽ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചവർ എത്ര പേർ? ആരെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം 3 പേർ. 1 തോമസ്, 2 ഫിലിപ്പോസ്, 3 ഇസ്കരിയോത്ത വല്ലാത്ത യൂദ. ഓക്കെ. യോഹന്നാൻ 14:5, 8, 22 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: 3 അക്ഷരമുള്ള ഒരു ഉപകരണത്തിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ബാക്കി 2 അക്ഷരങ്ങളും ഒരുപോലെ. ഏതാണ് ഉപകരണം? ഉത്തരം കത്രിക. 2 രാജാക്കന്മാർ 12:13 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 2 രാജാക്കന്മാർ 16 മുതൽ 19 വരെ, യോഹന്നാൻ 15 അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.